ആത്മദാനം നൽകൂ, നിൻ കൃപയിൽ ഞാൻ നിൽപ്പാം. ആത്മാവിൽ നടത്തൂ, മരുവിൽ തളരാതെ. ആത്മദാനം നൽകൂ, നിൻ കൃപയിൽ ഞാൻ നിൽപ്പാം. ആത്മാവിൽ നടത്തൂ, മരുവിൽ തളരാതെ. ശത്രു നേരെ വന്നാൽ നീ എൻ പക്ഷത്തുണ്ട്. ശത്രു നേരെ വന്നാൽ നീ എൻ പക്ഷത്തുണ്ട്. ഗിൽഗാലിൻ പോൽ നിന്ദകളെല്ലാം ഉരുട്ടി നീക്കുവാൻ. ഗിൽഗാലിൻ പോൽ നിന്ദകളെല്ലാം ഉരുട്ടി നീക്കുവാൻ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ആരായിരിക്കുന്നു എന്നുള്ളതും നമ്മുടെ പദവികളെക്കുറിച്ചും ഗ്രഹിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു നല്ല വേദിയായി ഈ അനുഗ്രഹീത രാത്രിയെ മാറ്റുവാൻ ദൈവസന്നിധിയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് നല്ലവണ്ണം അറിയാം. ആത്മീകമായിരിക്കുന്ന അധപതനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളിലേക്ക്, ആത്മീക അഭിവൃദ്ധിയിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഓരോ ജീവിതങ്ങൾക്കും പ്രായോഗിക ജീവിത സാഹചര്യങ്ങൾക്കകത്ത് എങ്ങനെ ഒരു ആത്മീക മുന്നേറ്റത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ കഴിയും എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യോവേൽ പ്രവാചകന്റെ പ്രവചനം 1:4 അങ്ങോട്ട് മുതൽ ആരംഭിച്ചു. എവിടെയൊക്കെയാണ് ശത്രുവായവൻ നമ്മളോട് പൊരുതി നിന്നത്, എങ്ങനെയാണ് ശത്രുവിൻ്റെ മേൽ ജയമെടുപ്പാൻ കഴിയുന്നത്, പിശാചിൻ്റെ തന്ത്രങ്ങൾ എപ്രകാരമായിരുന്നു നമ്മളോട് ഇടപെട്ടത്, ഇതൊക്കെ നമ്മൾ വിശദീകരിച്ച് പഠിക്കുവാൻ തക്കവണ്ണം നമുക്കിടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോട് സ്തോത്രം. അങ്ങനെ വിശദീകരിച്ച് പഠിച്ചതായിരിക്കുന്നതിൻ്റെ നടുവിൽ എങ്ങനെ നമുക്ക് ഒന്നുകൂടെ ക്രിസ്തുവിൽ മുന്നേറുവാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു പഠനമായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നിർബന്ധത്താൽ ഒന്നും ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. ലേവ്യ പുസ്തകത്തിലാണെങ്കിലും യാഗം കഴിപ്പാൻ തക്കവണ്ണം പ്രമാണം കൊടുത്തിട്ട് യഹോവയായ ദൈവം ആവശ്യപ്പെടുന്നതായിരിക്കുന്ന ഒരു പദപ്രയോഗം ശ്രദ്ധേയമാണ്. നിങ്ങളിൽ ആരെങ്കിലും യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ. ഈ ബൈബിൾ ക്ലാസ് ഒരു സാധാരണക്കാരന് വേണ്ടിയുള്ളതല്ല. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന ഒരു പഠനമാണ്. അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് പോലെ വലിയ വാക്തത്വങ്ങളും ഒന്നും നമ്മൾക്ക് ഇവിടെ പറയുവാൻ തക്കവണ്ണം കഴിയുന്നില്ലെങ്കിലും കർത്താവിന് സ്തോത്രം, വചന പഠനമാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒന്ന്. അങ്ങനെ വരുമ്പോൾ ഇന്ന് രാത്രികാലം ലേവ്യ പുസ്തകത്തിൽ യഹോവയെ ദൈവം ആവശ്യപ്പെട്ടതുപോലെ ദൈവകൃപ ജീവിതത്തിൽ പ്രാപിപ്പാൻ തക്കവണ്ണം, ദൈവപരിജ്ഞാനത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ക്ലാസ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തെ ആധാരമാക്കി 1 മുതൽ 12 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിലെ 10 വാക്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കാലത്തുമുള്ളതായിരിക്കും ദൈവമക്കൾക്ക് വേണ്ടിയുള്ളതാണെങ്കിലും ഇറങ്ങുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരുവന് വേണ്ടിയാണ്. അല്ലാതെ കരയ്ക്കിരുന്നുകൊണ്ട് കാഴ്ചക്കാരനെ പോലെ ഇരുന്ന് കാളി കാണാൻ കടന്നു വരുന്ന ഒരുത്തനോടല്ല ദൈവം ഇടപെടുന്നത്. മറിച്ച് 1000 മുഴം അളക്കുമ്പോൾ ദൂതനോട് കൂടെ ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം. നടക്കാത്ത കരയ്ക്കിരിക്കുന്ന ഒന്നിനോടും ദൈവം ഇടപെടുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് വിശ്വാസ പോർക്കളത്തിൽ നമ്മൾ പരാജിതരായി മാറുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗത്ത് കടന്നു വരുമ്പോൾ പത്രോസിന്റെ ഒരു വലിയ വീരവാദം അവിടെ പറയുന്നത് കേൾക്കാം. പത്രോസ് കർത്താവിന്റെ അടുക്കൽ കടന്നു വന്ന് പറയുകയാണ്, കർത്താവേ, നിനക്ക് വേണ്ടി മരിക്കുവാനും നിനക്ക് വേണ്ടി എൻ്റെ ജീവനെ തരുവാനും എനിക്ക് ഒരു മടിയും
ഇല്ലെന്ന് ശീമോൻ പറയുന്നുണ്ട്. പക്ഷേ ശീമോൻ പറഞ്ഞതായിരിക്കുന്ന വാക്കുകൾ കനമുള്ളതാണെങ്കിലും അവൻ്റെ ജീവിത സാഹചര്യങ്ങളെ ശരിയാവണ്ണം അറിയാവുന്നതായിരിക്കുന്ന കർത്താവ് അവൻ്റെ ബലഹീനതകളെ തിരിച്ചറിയുന്നതായിരിക്കുന്ന കർത്താവ് പറയുന്നു, ശിമോനെ, നിന്റെ ആഗ്രഹം, ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞ, ശിമോനെ, നിന്റെ ആഗ്രഹങ്ങളൊക്കെ നല്ലതാണ്, നീ പറഞ്ഞതും ഒക്കെ നല്ലതാണ്. പക്ഷേ സാഹചര്യത്തിൻ്റെ തിക്താനുഭവങ്ങളും കഠിനതകളും ജീവിതത്തിൻ്റെ മുമ്പാകെ എതിരിട്ട് വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ ത്രാണിയില്ലാത്തതായിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. നീ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അവനെ അറിയുന്നില്ലെന്ന് ആണയിട്ട് പറയുവാനൊക്കെ വണ്ണം കഴിയുന്നതായിരിക്കുന്ന ഒരു രാത്രി നിന്റെ മുമ്പിലുണ്ട്. വാക്കുകളുടെ അതിഘോരമായിരിക്കുന്ന ഉപയോഗങ്ങളല്ല ദൈവം ശ്രദ്ധിക്കുന്നത്, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളുടെ മുമ്പാകെ എങ്ങനെ ദൈവസന്നിധിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് കർത്താവിടെ പ്രതിപാദിക്കുന്നത്. എന്നിട്ട് 14-ാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ അവരെ നോക്കിക്കൊണ്ട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഇത്രയും മാരകമായിരിക്കുന്ന ഒരു പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതകളുണ്ടെങ്കിലും എന്നെ നീ തള്ളിപ്പറയുമെന്ന് എനിക്കറിയാമെങ്കിലും എനിക്ക് നിങ്ങളെ ആത്മാവിൽ ഉറപ്പിക്കുവാനൊക്കെ വണ്ണമുള്ളതായിരിക്കുന്ന ഒന്ന് കർത്താവ് പറയുന്നത്, ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്, യു ബിലീവ് ഇൻ ഗോഡ്, ബിലീവ് ഓൾസോ ഇൻ മീ. കർത്താവ് പറഞ്ഞതായിരിക്കുന്ന വാക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. അതിനകത്ത് 15, 16, 17, 18 ഈ വാക്യങ്ങൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വാക്കുകളായി ആ അധ്യായത്തിൽ നമുക്ക് കാണുവാനൊക്കെ വണ്ണം പറ്റുന്നു. 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇവരോട് പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. The evidence of loving our God is obeying His commandments. ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളോട് മറുത്തു നിൽക്കുകയും ചെയ്യുന്നു എങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള പദപ്രയോഗങ്ങൾ ശരിയായ ഒരു പ്രയോഗമേ അല്ല. വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ വചനത്തിൽ 14-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്താണ് കർത്താവിൻ്റെ കൽപ്പനകൾ? കർത്താവിൻ്റെ കൽപ്പനകൾ നമ്മൾ വിചാരിക്കുന്നു വളരെ പെട്ടെന്ന് ഓരോരുത്തരോട് ചോദിച്ചാൽ, ഓരോ ഡിനോമിനേഷനിൽപ്പെട്ടതായിരിക്കുന്ന ആളുകളോട് ചോദിക്കുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുമെങ്കിലും വാമൊഴിഞ്ഞു പറഞ്ഞതായിരിക്കുന്ന ഓരോന്നും അവൻ്റെ കൽപ്പനകൾ തന്നെയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന ഏറ്റവും വലിയ കൽപ്പന, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നിങ്ങൾ പഠിക്കണം. love one another. ക്ഷമിക്കുവാൻ നമ്മൾ പഠിക്കണം, സഹിക്കുവാൻ നമ്മൾ പഠിക്കണം, സഹകരിക്കുവാൻ പഠിക്കണം, പ്രോത്സാഹിപ്പിക്കാൻ പഠിപ്പിക്കണം. അങ്ങനെ പല മേഖലകൾക്കകത്തുള്ളതായിരിക്കുന്ന കൽപ്പനകൾ തമ്പുരാൻ തന്നിരിക്കുമ്പോൾ സ്നാനമെന്നുള്ളതായിരിക്കുന്ന ഒരു കൽപ്പനയ്ക്കകത്ത് മാത്രം മുൻതൂക്കം കൊടുത്തത് കൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നു എന്നൊരു പദവിയിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ജീവിതങ്ങൾ ഫേസ്ബുക്ക് ലൈവിലും ഇനി യൂട്യൂബിലും ചാനലിലും പിന്നെ സൂം മീറ്റിങ്ങിലും കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്നോട് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു.
ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാഹ്യമായിരിക്കുന്ന പല പ്രകടനങ്ങൾ കൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, നിങ്ങൾ എന്നെ ആദരം കൊണ്ട് ബഹുമാനിക്കുന്നു എങ്കിലും ഹൃദയം കൊണ്ട് അകന്നിരിക്കുന്നു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം, നാം ദൈവത്തെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്നും സ്നേഹിക്കുന്നവരാണോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ്. 16-ാമത്തെ വാക്യത്തിൽ അത് വിശദീകരിപ്പാൻ തക്കവണ്ണം ധാരാളമുള്ളത് കൊണ്ടും, എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവദാസന്മാരാണ് കൂടുതലും, ദൈവമക്കളാണ് കൂടുതലും, എന്നെ ശ്രദ്ധിക്കുന്നവരും പരിജ്ഞാനവും പക്വതയുമുള്ളവരായിരിക്കുന്നത് കൊണ്ട് അത് വിശദീകരണം ഞാൻ ഒത്തിരി അങ്ങോട്ട് നീട്ടുന്നില്ല. 16-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, I will ask Father to grant a helper. 16-ാമത്തെ വാക്യത്തിൽ മലയാള ബൈബിളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഈ കാര്യസ്ഥൻ എന്നുള്ളതായിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ദൈവമക്കൾക്കറിയാം. എന്താണ് കാര്യസ്ഥൻ? പക്ഷേ ഞാൻ സത്യമായിട്ടും എല്ലാവരോടും തുറന്നു പറയുന്നു, അങ്ങനെയുള്ളതായിരിക്കുന്ന ചിന്തകൾ ഉള്ളതായിരിക്കുന്ന ദൈവമക്കൾ വളരെ കുറവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവൻ ഈസ് എ ഹെൽപ്പർ, കംഫർട്ടർ, കൺസോൾ എന്നീ ഒത്തിരി പ്രയോഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പരിശുദ്ധാത്മാവെന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യസ്ഥൻ നമ്മളോട് കൂടെ ദൈവം തന്നിരിക്കുന്നത് എപ്പോഴൊക്കെയാണ്? നമ്മൾ വിചാരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന വേളകളിൽ മാത്രമാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മളോട് ഉള്ളതെന്നും, അല്ലെങ്കിൽ പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ സെഷനിലാണ് കൂടെ ഉള്ളതെന്നും, പുൾപിറ്റിൽ കയറുമ്പോൾ മാത്രമാണുള്ളതെന്നും, ഉപവാസ പ്രാർത്ഥനയിൽ മാത്രമാണുള്ളതെന്നും നമ്മൾ അത് ശഠിക്കുന്നു എങ്കിൽ തെറ്റിപ്പോയി. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നത്, And I'll pray the Father, and he shall give you another comforter, that he may abide with you forever. ഏത് സാഹചര്യത്തിലും, നമ്മുടെ എല്ലാ നടപ്പിലും ചിന്തകളിലും എല്ലാ ചലനങ്ങളിലും നമ്മളോട് കൂടെ ഇരിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ മഹാശക്തിയുടെ നിദാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവ്. പേര് തന്നെ അറിയാം, പരിശുദ്ധ ആത്മാവ് എന്ന് പറയുമ്പോൾ അശുദ്ധിയുള്ള ഒരിടത്തേക്കും പോകുവാൻ നമ്മെ നടത്താത്ത, നയിക്കാത്ത, നമ്മെ അനുവദിക്കാത്ത ഒന്നായിട്ട് അവൻ നമ്മെ കംഫർട്ട് ചെയ്യും, നമ്മെ കൺസോൾ ചെയ്യും, നമ്മെ ഹെൽപ്പ് ചെയ്യും, നമ്മെ ഗൈഡ് ചെയ്യും, നമ്മെ അന്ധകാര ശക്തിയുടെ വ്യാപാരങ്ങൾക്കകത്തൂടെ കടക്കുവാൻ്റെ കവണ്ണം നമ്മെ സഹായിക്കും. അതാണ് 16-ാമത്തെ വാക്യം. ഇനി 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ വായിക്കുന്നത്, ഈവൻ ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് whom the world cannot receive. ആർക്കതിനെ പ്രാപിപ്പാൻ പറ്റില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വേൾഡ് cannot receive. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല എന്ന് വായിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ്റെ കവണ്ണം കഴിയാത്തതായിരിക്കുന്ന ജീവിതങ്ങൾ 17-ാമത്തെ വാക്യം അടിവരയിട്ടോണം ഇപ്പോഴും ലോകത്തിൻ്റെ ചില കെട്ടിനകത്ത് കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയാത്തത്. പരിശുദ്ധാത്മാവിനെ ലോകം അവനെ അറിയുകയില്ല എന്ന് പറഞ്ഞാൽ 17-ാമത്തെ വാക്യം,
ഒന്നുകൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് വിശദീകരിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞ the world cannot recognize him. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലോകത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യന് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. പെന്തക്കോസ്തിലായിട്ടും 10, 20, 25, 40 വർഷമായിട്ടും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതിരിക്കുന്നവർ അവരെക്കുറിച്ച് പറയുന്നു, നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയുന്നതിന് കാരണം ഇപ്പോഴും ലോകമയത്വം, ജഡമയത്വം ജീവിതത്തിൽ കിടക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇനിയും 18-ാമത്തെ വാക്യത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം ഈ നമ്മൾ വായിക്കുന്നു, I will not leave you comfortless. I will come to you. I will never leave you comfortless. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. 18-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ശരിക്കും മലയാള പദത്തിൽ വായിക്കുന്നത് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, I will never leave you as an orphan. നിന്നെ ഒരു ഓർഫനായിട്ട് ഞാൻ വിടുകയില്ല. എന്താണ് ഓർഫൻ അല്ലെങ്കിൽ മകൻ എന്നുള്ളതായിരിക്കുന്ന ചിന്താഗതികൾക്കും പദവികൾക്കും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസം? ഒരു ഓർഫനും ഒരു മകനും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസങ്ങൾ ഒത്തിരിയുണ്ട്. ബാഹ്യമായി കാണുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുമെങ്കിലും, ഒരുപോലെ ചലിക്കുവാനും കഴിയുമെങ്കിലും, ഒരുപോലെ പ്രവർത്തിപ്പാനും ചിന്തിക്കുവാനും കഴിയുമെങ്കിലും, ഒരു ഓർഫനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പല കാര്യങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു എങ്കിലും ആ വേദഭാഗങ്ങളിലേക്കൊന്നും ഞാൻ തിരിഞ്ഞു പോകാതെ ചില ആശയങ്ങൾ മാത്രം ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. Orphans are in insecurity. കർത്താവിന് സ്തോത്രം. Orphans are not in security. അവർ ഇൻസെക്യൂരിറ്റിയിൽ ജീവിക്കുന്നതായിരിക്കുന്ന ഒരു ജന്മമാണ് ഓർഫൻസ് എന്ന് പറഞ്ഞാൽ, കർത്താവിന് സ്തോത്രം, ഒരു സുരക്ഷിത വലയത്തിലോ ക്രമീകരണത്തിലോ നിയമം പാലിപ്പാനോ അരക്ഷിതാവസ്ഥയിൽ പാർപ്പാൻ തക്കവണ്ണം വിധിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു പറ്റം ജീവിതമാണ് ഓർഫൻസ്. കർത്താവിന് സ്തോത്രം. നമ്മളോട് ചോദിക്കാറുണ്ട്, നമ്മളൊരു ഓർഫനാണോ ഒരു മകനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർഫൻ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുമ്പോൾ ഒരു മകൻ തൻ്റെ ഭവനത്തിലുള്ള പിതാവിനെ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയുന്നു. വിശദീകരണങ്ങൾ ഇഷ്ടം പോലെ വേദപുസ്തകത്തിനകത്തും നമ്മൾ പഠന വിഷയത്തിൽ വിധേയമാക്കുമ്പോൾ പഠിക്കുവാൻ തക്കവണ്ണം കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇൻസെക്യൂരിറ്റി എന്നുള്ളതായിരിക്കുന്ന ഒരു ഭാവം ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഏറ്റവും ആപ്റ്റ് ആയിരിക്കുന്ന ഒരു പദമാണ് ഒരു ഓർഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓർഫനാണ് ദൈവശബ്ദം കേൾപ്പാൻ തക്കവണ്ണം ഇടയാകത്തില്ല. അവരെപ്പോഴും ആരോടെങ്കിലും ഒക്കെ പറഞ്ഞിട്ട്, ദൈവാശ്രയം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊരു ദൂത് പറയണേ, എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി അത് ചെയ്യണമേ, എനിക്ക് വേണ്ടി അത് ചെയ്യണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാൻ കഴിയത്തില്ല. എനിക്ക് ദൈവം ഒരു വഴി കാണിച്ചു തരുവാനൊക്കെ വേണം. എനിക്ക് യോഗ്യതയില്ലെന്ന് അറിഞ്ഞോ അറിയാതെയോ പറയുന്നതായിരിക്കുന്ന ഒരു മേഖലയാണ് ഈ ഓർഫൻ. പിതാവ് നമ്മുടെ ദൈവമാണെങ്കിൽ, നാം ദൈവത്തിൻ്റെ മകനാണെങ്കിൽ, നമ്മൾക്ക് ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് പ്രാർത്ഥനയിൽ പോരാടി നിൽപ്പാനും മറുപടി ലഭിപ്പാനും കഴിയാതെ ഇരിക്കുന്ന മേഖലകൾ, അങ്ങനെ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് എന്തെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ ഓർത്തോ, പാർട്ട് ഓഫ് ആൻ ഓർഫൻ ലിവിങ് ഇൻ ഇൻസെക്യൂരിറ്റി. എൻ്റെ പ്രാർത്ഥന പോരാ, എൻ്റെ ആരാധന പോരാ, എൻ്റെ ദൈവത്തോടുള്ളതായിരിക്കുന്ന അടുപ്പം പോരാ, എൻ്റെ റിലേഷൻഷിപ്പ് ദൈവവുമായിട്ടുള്ളത് പോരാ എന്ന് ചിന്തിക്കുന്നതായിരിക്കുന്ന ഒരു മേഖല, അതാണ് ഒരു ഓർഫൻ, അനാഥത്വം.
അങ്ങനെയുള്ളവരാണ് ഇങ്ങനെ ഒരുപാട് ചുറ്റിക്കറങ്ങി എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങി നടക്കുന്നതായിരിക്കുന്ന ഒരു പ്രതീതി, ഇൻസെക്യൂരിറ്റി. കർത്താവിന് സ്തോത്രം. ഞാൻ പ്രസംഗിച്ചാൽ ശരിയാകുമോ? ഞാൻ പ്രാർത്ഥിച്ചാൽ ശരിയാകുമോ? എൻ്റെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരുമോ? എന്നോട് ദൈവം സംസാരിക്കുമോ? എന്നോട് ദൈവം ഇടപെടുമോ? എനിക്ക് ആരുമില്ലേ? എനിക്ക് ഒരു ഉത്തമമായിരിക്കുന്ന ഒരു അഭയസ്ഥാനമില്ലേ? എനിക്ക് പ്രാർത്ഥന കേൾക്കുന്നതായ ഒരു ദൈവമില്ലേ എന്നുള്ളതായിരിക്കുന്ന ഒരുപാട് ആശങ്കകൾ ജനിപ്പിക്കുന്ന ഒരു മേഖലയാണ് ഒരു ഓർഫൻ. ഇൻസെക്യൂരിറ്റിയിൽ ജീവിക്കുന്ന ഒരാൾ. എന്നാൽ അപ്പോസ്തലന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരെ നടത്തുവാൻ തക്കവണ്ണം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരുപാട് ജീവിതങ്ങളൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് അനാഥത്വം എന്നുള്ളതായിരിക്കുന്ന ഒന്ന് അവരുടെ ജീവിതത്തിൽ നിന്നും മാറിയിട്ട് അവർ പഠിപ്പിക്കുന്നൊരു കാര്യം, ഞാൻ എവിടെ മുഴങ്കാലും അടക്കുന്നുവോ അവിടെ എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇറങ്ങി വരുന്ന ദൈവത്തെ അവർക്ക് പരിചയമുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവ പൈതലും നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തളത്തിൽ മുഴങ്കാലും അടക്കുവാൻ നിങ്ങൾ കഴിയുമ്പോൾ, നിങ്ങൾക്ക് സാധ്യമാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മറുപടിയുമായിട്ട് ഇറങ്ങി വരുവാൻ തക്കവണ്ണം കഴിയുന്നതായിരിക്കുന്ന ഒരു ദൈവത്തെ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുവാൻ തക്കവണ്ണം നിങ്ങൾ ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ തക്കവണ്ണം പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രയും പ്രാപിച്ചിരിക്കുന്നതെങ്കിൽ ദൈവത്തോട് ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുവാൻ കഴിയുന്നതായിരിക്കുന്ന ഒന്നാണ്. ഒരു ഓർഫൻ, ഒരു ഹോസ്റ്റലിൽ പാർക്കുന്നതായിരിക്കുന്ന കുഞ്ഞുങ്ങളിടയിൽ ചില ഓർഫൻ കാണും, ചില ഭവനങ്ങളിൽ വരുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കാണും. ഒരു ഹോളിഡേ കടന്നു വരുമ്പോൾ ഓർഫൻ ചോദിക്കും, ഞാൻ എങ്ങോട്ട് പോകാനാണ്? എന്നെ തിരയുവാൻ ആരുമില്ല, എനിക്ക് വേണ്ടി ആരുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ പാർക്കുന്നു. എന്നാൽ ഒരു അപ്പന്റെ അടുക്കലേക്ക്, അമ്മയുടെ അടുക്കലേക്ക് ഒരു ഭവനത്തിൽ പാർക്കുന്ന കുഞ്ഞ് ഓടി ചെല്ലുവാൻ തക്കവണ്ണം കാക്ഷിക്കുന്നത് പോലെ ദൈവമക്കൾ ഇന്ന് രാത്രി കാലം ഒരു പ്രതിസന്ധിയുടെ ജീവിതത്തിൽ ഏതൊരു സാഹചര്യത്തിലും ദൈവത്തിന്റെ അടുക്കലേക്ക് അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള പുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക് മടങ്ങി ചെല്ലുവാൻ തക്കവണ്ണം കഴിയുന്നതായിരിക്കുന്ന ഒരു തലമുണ്ടെങ്കിൽ അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ് ഈസ് പെർഫെക്റ്റ്. ആ പെർഫെക്ഷൻ ഇല്ലാതിരിക്കുന്ന കാലത്തോളം വി റിമെയിൻ ആസ് ഓർഫൻ. കർത്താവിന് സ്തോത്രം. മനസ്സിലാകുന്ന ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്തോണം. പ്രൈസ് ദി ലോർഡ്. കാരണം ഇവിടെ ഇരിക്കുന്ന റോയ് പാസ്റ്റർക്ക് വേണ്ടിയും ഷാജി പാസ്റ്റർക്ക് വേണ്ടിയും രാജൻ പാസ്റ്റർക്ക് വേണ്ടിയും മറ്റ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വീരന്മാരായ ദൈവമക്കൾക്ക് വേണ്ടിയും മാത്രം ഉത്തരമരുളുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. ഞാൻ മുഴങ്കാലം അടക്കുമ്പോൾ എൻ്റെ പ്രതിസന്ധിയുടെ നടുവിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം പൗലോസിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ അവനൊരു പ്രവാചകനായിരുന്നില്ലെങ്കിലും അവർ വലിയ പ്രാർത്ഥനാവീരനായിരുന്നു എന്നും നമ്മൾ വായിക്കുന്നില്ല. പക്ഷെ അവനൊരു അപ്പോസ്തലനായിരുന്നു. പക്ഷേ അവൻ തകർന്നു പോകാൻ സാധ്യതയുള്ളതായിരിക്കുന്ന പടകിന്റെ പുറത്ത് കയറിയിരുന്ന് പ്രാർത്ഥിപ്പാൻ തുടങ്ങിയപ്പോൾ മറുപടിയായി കടന്നു വന്നപ്പോൾ പറയും, ഞാൻ സേവിച്ചു നിൽക്കുന്നവന് എൻ്റെ കൂട്ടയവൻ. അത് റിലേഷൻഷിപ്പ്, അതാണ് ബന്ധം. ദാറ്റ്സ് എ റിലേഷൻഷിപ്പ്. അത് അനാഥത്വമല്ല. അല്ലാതെ അവൻ അങ്ങനെയുള്ളതായിരിക്കുന്ന ബന്ധം സ്ഥിരീകരിക്കാൻ കഴിയാത്തതായിരിക്കുന്ന എല്ലാവരും they are remain as orphan. ഇനിയും ഓർഫന്റെ വേറെ ഒരു ചിന്ത, അവർക്ക് പാപം ചെയ്യുവാൻ തക്കവണ്ണം ഒരു മടിയും ഉണ്ടാവില്ല. രണ്ടാമത്തെ ചിന്തയാണ്. ഒന്നാമത്തെ പറയുന്നു they are living in insecurity. രണ്ടാമത്തേത് പാപം ചെയ്യാൻ ഒരു മടി, ആരോട് കോപിക്കാനും മടിയില്ല, ആരെയും ബഹുമാനി. ഇന്ന് ഞാനൊരു പ്രമുഖനായിരിക്കുന്ന മനുഷ്യനെ വിളിച്ചപ്പോൾ പറഞ്ഞ് കേരളത്തിൽ അടിച്ചിറക്കുന്നതായിരിക്കുന്ന ഡിക്ഷണറിയിൽ നിന്നെല്ലാം ഒരു പദം മായ്ച്ചു കളയണം. ഡിഗ്നിറ്റി എന്നുള്ളൊരു പദം. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ചിന്തിച്ചിട്ട് എന്നോടൊരു നിമിഷം സ്തംഭിച്ചു നിന്നിട്ട് എന്നോട് പറഞ്ഞു, യു ആർ റൈറ്റ്. കാരണം വിദ്യാഭ്യാസം കൊണ്ടും പല മേഖലകൾക്കകത്തും ഉന്നതമായിരിക്കുന്ന സാഹചര്യങ്ങൾ കേരളത്തിനകത്തുണ്ട്. പക്ഷേ കേരളത്തിൽ ഡിഗ്നിറ്റി എന്നുള്ളതായിരിക്കുന്ന ഒരു പദം അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പാപം ചെയ്യുവാൻ ഒരു മടിയും ഇല്ലാതിരിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ ദൈവത്തിന്റെ മകനല്ല, ഈസ് എൻ ഓർഫൻ. ദൈവത്തിന്റെ മകനാണെങ്കിൽ എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ടല്ലോ,
എന്നെ വീക്ഷിക്കുന്നുണ്ടല്ലോ എന്നുള്ളതായിരിക്കുന്ന ഒരു ഉറപ്പുള്ളത് കൊണ്ട് ദൈവത്തിങ്കിൽ ജനിച്ചവനൊന്നും പാപം ചെയ്യുന്നില്ലെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ, ആരെങ്കിലും ഒളിച്ചും തിരിഞ്ഞും കാണാതെയും ഒളിഞ്ഞും മറന്നും മറച്ചും ഒക്കെ പാപം ചെയ്യുന്നെങ്കിൽ they are not the child of God, but they remain as an orphan. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പാപം ചെയ്യാൻ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക, മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുവാൻ, മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുവാൻ, മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ദുഃഖകരമായ സാഹചര്യങ്ങൾ ക്ഷമിക്കാൻ കഴിയാതെ, നമുക്ക് മറക്കാൻ കഴിയാതെ, സഹിക്കാൻ കഴിയാതെ, ഏത് പാപം ചെയ്യുന്നതിനകത്തൊരു മടിയില്ല. ഏത് സാധ്യതകൾ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനകത്ത് എന്നെ ആരും കാണുന്നില്ലല്ലോ എന്നുള്ള ചിന്തകൾ ഭരിച്ചുകൊണ്ട് പാപം ചെയ്യാൻ മടി കാണിക്കാതെ ഇരിക്കുന്ന വ്യക്തികൾ, they are still remain as orphan. അവർക്ക് ദൈവത്തിൽ ഒന്നും പ്രാപിപ്പാൻ പറ്റുകയില്ല. കർത്താവിന്റെ സ്തോത്രം. മൂന്നാമത്തെ കാര്യം ദൈവമക്കൾ പഠിക്കേണ്ട കാര്യമാണ് ഓർഫൻ. മൂന്നാമത്തെ കാര്യം, അവർ ഏറ്റവും ഉന്നതരാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിപ്പാനൊക്കെ വേണം ഏത് സാഹചര്യത്തിലും ഇടയാകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? ബൈക്കൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നതും മാതാപിതാക്കന്മാരെ അനുസരിക്കാതെ നടക്കുന്നത്. അവർക്ക് മാതാപിതാക്കന്മാരെ ഭയമില്ല, അനുസരണയില്ല, സമൂഹത്തെ ഭയമില്ല. ഒരു ഡിസിപ്ലിനറി ആക്ഷനിൽ അവർ മുമ്പോട്ട് പോകുവാൻ കഴിയുന്നില്ല, നിയമത്തിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ കഴിയുന്നില്ല. They want to show their heroism. ഇത് ദൈവദാസന്മാർക്കും പലർക്കും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിച്ചെങ്കിലേ വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകൂ, ഞാൻ പ്രവർത്തിച്ചെങ്കിലേ കാര്യങ്ങൾക്ക് വിഷയമുണ്ടാകൂ. എന്നോടല്ലാതെ നിങ്ങൾ ആരും സഹകരിക്കരുത്. എൻ്റെ ചർച്ചിലുള്ള പല ദൈവമക്കളും ഇന്ന് വേദിയിലുണ്ട്. ഇതുവരെയായിട്ടും ഒരു ദൈവമക്കളെ ഞാൻ എങ്ങും ഒരു കൂട്ടായ്മയ്ക്കും പോകുവാൻ്റെ കൂടെ ഞാൻ തടസ്സം നിന്നിട്ടില്ല. കർത്താവിന് സ്തോത്രം. കാരണം വെച്ചാൽ ഈ ഒരു ഹീറോയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഞാൻ പ്രാർത്ഥിച്ചെങ്കിലേ ശരിയാകൂ, ഞാൻ പ്രസംഗിച്ചെങ്കിലേ ശരിയാകൂ, ഞാൻ പ്രവർത്തിച്ചെങ്കിലേ ശരിയാകൂ, ഞാൻ ഇങ്ങനെ ആക്ഷനിൽ പോയി എടുത്തെങ്കിലേ കഴിയൂ, ഞാൻ ക്രമീകരിച്ചെങ്കിലേ കാര്യം ശരിയാകൂ. ഐ വോണ്ട് ടു ഷോ മൈ ഹീറോയിസം rather than show the power of God. അത് ദൈവമില്ല എന്നുള്ളതിൻ്റെ, ദൈവത്തിൻ്റെതായിരിക്കുന്ന സന്നിധിയിൽ അവകാശിയല്ല എന്നുള്ളതിൻ്റെതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ സ്തോത്രം, പൗലോസിനെ ശ്രദ്ധിക്കൂ. പൗലോസിനെക്കാട്ടിലും അവൻ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന പലരും മുമ്പിൽ കടന്നു വന്നിട്ട് പൗലോസ് ഗവനിച്ചില്ല. പൗലോസും പത്രോസും കൂടെ ഒരിക്കൽ വലിയ പ്രശ്നമുണ്ടായി, വഴക്കുണ്ടായി, തെറ്റിപ്പിരിഞ്ഞു. പക്ഷെ പത്രോസിന്റെ ലേഖനം എഴുതുമ്പോൾ പൗലോസിനെ ഇങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്: ഏറ്റവും എൻ്റെ അടുത്ത സ്നേഹിതനും സഹോദരനുമായിരിക്കുന്ന പൗലോസ്. ഇന്ന് രാത്രികാലം എന്നെ ദൈവം വിളിച്ചിറക്കിയെങ്കിൽ, എനിക്കൊരു ശുശ്രൂഷയുണ്ടെങ്കിൽ, എനിക്കൊരു ദൈവിക ദർശനമുണ്ടെങ്കിൽ, എൻ്റെ ദർശനത്തെ ഒരിക്കലും തകർത്ത് കളയുവാനൊക്കെ വേണം എന്നേക്കാൾ പ്രഗത്ഭനായ ഒരാൾ വന്നാലും കഴിയത്തില്ലെന്ന് വിശ്വസിക്കാനൊക്കെ വേണം തരപ്പെട്ടതായിരിക്കുന്ന ഒരാത്മീക മേഖലകൾക്കകത്ത് ഞാൻ ഒതുങ്ങി നിൽക്കുമ്പോഴാണ് എൻ്റെ ദൈവവും ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ദൃഢമാക്കുന്നത്. മറ്റേതൊക്കെ രാഷ്ട്രീയമാണ്. നമ്മളൊരിക്കലും ആത്മീകത്തിൽ രാഷ്ട്രീയം കലർത്തരുത്. കർത്താവിന്റെ സ്തോത്രം. ഒരു ഓർഫന്റെ അടുത്ത ലക്ഷണമാണ് അവൻ എപ്പോഴും ഹീറോയിസം കാണിക്കാൻ. അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ള ഈ കവല ചട്ടമ്പികളും ഒക്കെ ഒത്തിരി ആ ചട്ടമ്പികളും മറ്റുള്ളവർക്ക് ഉപദ്രവകാരികൾ വരിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ ജനിക്കുന്നത് തന്നെ അപ്പനെയും അമ്മയും ഭയപ്പെടാത്തവർ, സമൂഹത്തെ ഭയപ്പെടാത്തവർ, ദേശത്തെ ഭയപ്പെടാത്തവർ, ചർച്ചിലുള്ള ദൈവദാസന്മാരെ ഭയപ്പെടാത്തവർ, പുരോഹിതന്മാരെ ഭയപ്പെടാത്തവർ, ആർക്കും വഴങ്ങിക്കൊടുക്കാത്തവർ, അവർക്ക് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിലും they are like an orphan. They are not like a grown up child in a reputed family. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും വിശ്വസിക്കുന്നു. ഞാൻ ആത്മീയ മേഖലയിൽ കടന്നു വരികയാണ്. അപ്പോൾ എന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഒന്ന്, ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം
ഒരു 18-ാം അധ്യായത്തിൽ നിന്നൊരു പ്രസംഗം ഞാൻ 3-4 വേദിയിൽ പ്രസംഗിച്ചവിടെ കുശവന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നിട്ട് യിരെമ്യാവിനെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളിപ്പാത്രം, പൊന്നുപാത്രം, ഓട്ടുപാത്രം, ചെമ്പ് പാത്രം, പിത്തളപ്പാത്രം, ഒരുപാട് പാത്രം അവിടെ ഉണ്ടാക്കുന്നെങ്കിലും ഒരു കുശവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ്റെ വേണം പഠിപ്പിപ്പാൻ്റെ കൂടെ ഇടയായി തീർന്നത് ഈ കലത്തിനൊരു സാക്ഷിയുണ്ട്. കലം പറയുന്നു, എന്നെ രൂപപ്പെടുത്തിയത് മണ്ണിൽ നിന്നാണ്, ഈ മണ്ണിലേക്ക് ഞാൻ തിരികെ ചേരാനുള്ളതാണ് എന്നുള്ളതായിരിക്കുന്ന സത്യം കലം പഠിപ്പിക്കുന്നു, ഓട്ടുപാത്രം പഠിപ്പിക്കുന്നില്ല. ഇതുപോലെ അവരവനെ ഏൽപ്പിച്ചതായിരിക്കുന്ന ശുശ്രൂഷയുടെ മേഖലകൾക്കകത്ത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്തോളം കാലം ഒരു ശത്രുവിനും നമ്മളുടെ കൃപ എന്നുള്ളത് അപകരിച്ചുകൊണ്ട് പോകുവാൻ സമ്മതിക്കുകയില്ല. കൃപ അപകരിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്തിട്ടിരിക്കണം. കൃപ നമ്മുടെ ജീവിതത്തിൽ നിന്നും പോകണമെങ്കിൽ നമ്മൾ അകത്തു നിന്നും ലോക്ക് അത് അഴിച്ചിട്ടിരിക്കണം. ഓർഫൻ, they want to show the heroism. 4-ാമത്തെ ഒരു ഓർഫന്റെ ചിന്താഗതി, ഇപ്പോഴും ചിന്ത, I am better than somebody. ഞാൻ മറ്റുള്ളവരെയേക്കാൾ ബെറ്ററാണ്. ഈ ചിന്ത എപ്പോഴും ആർക്കെങ്കിലും ഉണ്ടാക്കുന്നെങ്കിൽ I am better than somebody എന്നല്ല, I am better than nobody എന്നല്ല, I am better in the hands of God. ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏറ്റവും ബെറ്ററായിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇത്തിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തന്നെ തിരിച്ചറിവുള്ളത് കൊണ്ട് ഞാൻ പറയട്ടെ. ഈ ചിന്താഗതികളാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ കൃപയുടെ ജ്വലനം പലയിടങ്ങളിലും സംഭവിപ്പാൻ കഴിയാതെ നമ്മൾ ആത്മമേഖലകൾക്കകത്ത് ഒതുങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ മറ്റുള്ളവരെക്കാട്ടിലും ശ്രേഷ്ഠനാണെന്നല്ല ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ഇങ്ങനെയല്ല, മറ്റുള്ളവർ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ്റെ വണ്ണം നമ്മൾ പഠിക്കണം. കർത്താവിന് സ്തോത്രം. ഇത്തിരി ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന കാര്യമാണ് ഇത്. ഞാൻ പറഞ്ഞതല്ല, ഇത് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. നമ്മൾ മറ്റുള്ളവരെ ശ്രേഷ്ഠന്മാരെന്ന് എണ്ണുവാൻ്റെ വണ്ണം നമുക്ക് കഴിയാത്തിടത്തോളം കാലം ആ ഒരു ദൈവ പൈതലെന്നുള്ളതായിരിക്കുന്ന ആ അനുഭവത്തിൽ നമ്മൾ ശോഭിച്ചു നിൽക്കുവാൻ്റെ വണ്ണം കഴിയുകയില്ല. കർത്താവിന് സ്തോത്രം. ആ ഒരു സംവിധാനത്തിൽ നിന്നും പുറത്തു വരുവാൻ്റെ വണ്ണം ഇന്ന് രാത്രിയിൽ ആരംഭിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം. യാക്കോബിനെ കുറിച്ച് നമുക്കറിയാം. യാക്കോബ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ നേടി. 21 വർഷക്കാലത്തെ അവന്റെ പ്രവാസ ജീവിതത്തിൽ നിന്നും മടങ്ങി വരുമ്പോൾ യാബോക്കടവിന്റെ തീരത്ത് അവൻ ഇരുന്നു കൊണ്ട് അക്കരെ കടപ്പാൻ വിട്ടുപോകുവാൻ അക്കരെ കടന്നതായിരിക്കുന്ന ജനത്തോടു കൂടെ ചേരുവാൻ നിവൃത്തിയില്ലാതെ കടവിന്റെ അരികെ നിന്നുകൊണ്ട് ദൈവത്തോട് കാര്യം പ്രാർത്ഥിക്കും, നീ എന്നെ അനുഗ്രഹിച്ചതല്ലാതെ ഞാൻ നിന്നെ വിടില്ല. അതിന്റെ ഒരു ആത്മീക മേഖലയിലേക്ക് ഇന്ന് രാത്രി ഞാൻ പോകുന്നില്ല. എന്താണ് യാക്കോബ് അങ്ങനെ പറഞ്ഞു? ഇന്നലകളിൽ ഞാനൊരു അനാഥനായിരുന്നു, ദൈവിക സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ നിന്നും അന്യപ്പെട്ടു പോയിരുന്നു. ആ അനാഥത്വം പലയിടങ്ങളിൽ എന്നെ ഹീറോ ആക്കിയിട്ടുണ്ട്, പലയിടങ്ങളിൽ എന്നെ മെച്ചമായ സാഹചര്യങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ മുമ്പോട്ടുള്ളതായിരിക്കുന്ന എൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടണമെങ്കിൽ ഇന്നലകളിൽ ഞാൻ പ്രാപിച്ച അനുഗ്രഹങ്ങളൊന്നും എനിക്ക് മതി വരത്തില്ല എന്ന് ചിന്തയാണ് യാക്കോബിനെ യാബോക്കടവിന്റെ തീരത്തിരുത്തിക്കൊണ്ട് ലൂതനോട് മൽപ്പിടുത്തത്തിന് അവനെ പ്രേരിപ്പിച്ചതായിരിക്കുന്ന ഘടകമെങ്കിൽ അതിനെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടു കൂടെയാണ് യാക്കോബ് ആ മൽപ്പിടുത്തത്തിന് തയ്യാറായി നിൽക്കുന്നത്. ഇതുപോലെ നമുക്ക് ഈ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നേടിയതും നേട്ടമുണ്ടാക്കിയതും പല മേഖലകൾക്കകത്ത് വലിയതായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയതൊക്കെ നമ്മൾ ഹീറോയിസം കളിച്ചു. പക്ഷേ അവിടെയൊക്കെ ആയിരിക്കുന്ന മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ പൈതൽ എന്നുള്ളതായിരിക്കുന്ന പദവിയിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ ഇരിക്കുന്നെങ്കിൽ, ഇനിയും ഓർഫനെ കുറിച്ച് കുറച്ചുകൂടെ പഠനം എനിക്ക് എൻ്റെ മുമ്പിലുണ്ടെങ്കിലും ഇത്രയും മതിയെന്ന് എനിക്കറിയാം. ഇതിനെക്കാട്ടിൽ കൂടുതൽ വിശദീകരിക്കാൻ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയത്തെ പരിമിതിപ്പെടുത്തുവാൻ നമുക്ക് കഴിയുകയില്ല. ഇന്ന് രാത്രിയിൽ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിലേക്ക് ഒന്ന് കടന്നു ചെന്നിട്ട് ഒരൊറ്റ ചോദ്യം ചോദിക്കണം ദൈവസന്നിധിയിൽ. Am I an orphan or a child of God? ഞാൻ ദൈവസന്നിധിയിൽ ഒരു അനാഥനാണോ
ഞാൻ ഒരു ദൈവ പൈതലാണോ? ദൈവ പൈതൽ അപേക്ഷിക്കുകയല്ല, യാചിക്കുകയല്ല, അവകാശങ്ങൾ നേടിയെടുക്കുകയാണ്. ഓർഫൻ യാചിക്കുന്നു, അപേക്ഷിക്കുന്നു, അവൻ്റെ അവകാശത്തെ അവൻ തിരിച്ചറിയുന്നില്ല. എന്നതുകൊണ്ടാണ് കർത്താവ് അരുവശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് പറയുന്നു, ഐ വിൽ നെവർ ലീവ് യു ആസ് ആൻ ഓർഫൻ. ഞാൻ നിന്നെ അനാഥരായി വിടത്തില്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ അഭിഷിക്തന്മാരെ ഓർത്ത് ഞാൻ ആത്മാവിൽ ബലപ്പെട്ട് ഇന്ന് രാത്രിയിൽ പറയട്ടെ, നിങ്ങളാരും ഒരു ഓർഫനല്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു ദൈവ പൈതലും നിങ്ങളൊരു ഓർഫനല്ല. കർത്താവിന് സ്തോത്രം. അവൻ്റെ ചങ്കിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായിരിക്കുമെങ്കിൽ ഒരു അനാഥത്വം നമ്മുടെ ജീവിതത്തിൽ, ചിലപ്പോഴൊക്കെ നിരാശകൾ, ചിലപ്പോഴൊക്കെ ജീവിതത്തിൻ്റെ സ്വസ്ഥക്കേടുകൾ, ചിലപ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എന്നെ ആരും സഹായിക്കാനില്ലല്ലോ, എല്ലാവരും എന്നെ തിരസ്കരിച്ചല്ലോ, എല്ലാവരും എന്നെ മറന്നുപോയല്ലോ, ഒരു പ്രതിവിധി എൻ്റെ ജീവിതത്തിൽ ഇല്ലേ? ഈ ചോദ്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉത്തരമാണ് ഇന്ന് രാത്രി തമ്പുരാൻ തന്നത്. ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല. ഇന്ന് രാത്രിയിൽ ആമേൻ, വി ആർ നോട്ട് ഓർഫൻ. ഇന്ന് രാത്രി എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, ഞാനൊരു ഓർഫനല്ല, ഞാൻ ദൈവത്തിൻ്റെ വീണ്ടെടുക്കപ്പെട്ട പൈതലാണ്? കർത്താവിന് സ്തോത്രം. എനിക്ക് യാചനയല്ല, എനിക്ക് അവകാശങ്ങളെ മേടിക്കാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. പരിശുദ്ധ പിതാവേ, ഈ രാത്രിയിൽ കടന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും കർത്താവിൻ്റെ തിരുനാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ പൈതലും ഓർഫനും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസത്തിൻ്റെ ചെറിയൊരളവ് ഞങ്ങളുടെ പരിമിതമാക്കപ്പെട്ട വാക്കുകളിൽ കൂടെ ഇന്നു രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു എങ്കിൽ, കർത്താവേ, രാത്രിയിൽ അവിടുന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ അളവുകളുടെ തികവുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രാത്രി ഞങ്ങൾ തികഞ്ഞ ദൈവമക്കളായിരിക്കാൻ, ആത്മാവിൽ തികവുള്ളവരായി മാറുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. നിങ്ങളുടെ അനാഥത്വം ഇന്ന് രാത്രി എന്തെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു കോർണറിലുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി മാറിപ്പോകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. മൗത്വത്തിനായി കർത്താവ് തീർക്കണം. നിന്റെ കുഞ്ഞുങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. തീരം കവിയും യോർദാൻ മുന്നിൽ മതിലായി നിന്നാൽ, തീരം കവിയും യോർദാൻ മുന്നിൽ മതിലായി നിന്നാൽ, അതിലും പുതുവഴി തുറന്നിടും നിൻ പെട്ടകത്തീരാ, അതിലും പുതുവഴി തുറന്നിടും നിൻ പെട്ടകത്തീരാ. ആത്മദാനം നൽകൂ, നിൻ കൃപയിൽ ഞാൻ നിൽപ്പാൻ, ആത്മാവിൽ നടത്തൂ, മരുവിൽ